ആളുകളുടെ പേഷൻ അല്ലെങ്കിൽ അവരുടെ അഭിരുചി അതനുസരിച്ചൊക്കെയാണോ നമ്മളെല്ലാവരും നമ്മളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെയാണോ നമ്മളുടെ കോഴ്സുകളെല്ലാം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? പലരുടെയും ഉത്തരം അല്ല എന്ന് തന്നെയായിരിക്കും. ഇതിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവകഥയുണ്ട്. അദ്ദേഹം ഇന്ന് അഡ്വക്കസി എന്ന പ്രൊഫഷനിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന, വളരെ എക്സലന്റ് ആയിട്ട് കേസുകളൊക്കെ നടത്തുന്ന ഒരു അഭിഭാഷകനാണ്. പക്ഷേ അദ്ദേഹം ഈ പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാൻ 30ാമത്തെ വയസ്സെടുത്തു. അദ്ദേഹം 27ാമത്തെ വയസ്സിലാണ് ലോ കോളേജിലേക്ക് എത്തിയത്. ഞാൻ ചോദിച്ചു, ഇത്രയും വൈകി എത്താൻ കാരണം എന്താ? +2 കഴിഞ്ഞ് LLBക്കോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ LLBക്ക് ചേരായിരുന്നില്ലേ? ഇത്രയും കാലിബർ ഉള്ള, ഇത്രയും പാഷനേറ്റ് ആയിട്ടൊരാള് ഇത്രയും വൈകിയത് എന്തേ എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കിടയിൽ എപ്പോഴും ചർച്ച ചെയ്യാവാറുണ്ട്. കാരണം അദ്ദേഹം 27 വയസ്സുവരെയും വ്യത്യസ്തമായ മേഖലകളിലാണ് ജോലി ചെയ്തിരുന്നത്. ഇൻഷുറൻസ്, ബാങ്കിങ്, മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള പല ജോലികളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. വ്യത്യസ്തമായ MNC കമ്പനികളിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നതും. നല്ല ശമ്പളവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അവിടെയെല്ലാം അദ്ദേഹം നന്നായി എക്സലായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന് അതൊന്നും അത്രയും ഹാപ്പി ആയിരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ എപ്പോഴും തോന്നിയിരുന്നു, ദിസ് ഈസ് നോട്ട് മൈ സ്പേസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 27ാം വയസ്സിൽ എല്ലാം ക്ലോസ് ചെയ്ത് LLB എൻട്രൻസ് എഴുതി ലോ കോളേജിലേക്ക് എത്തുന്നത്. 30ാം വയസ്സിൽ അദ്ദേഹം എൻറോൾമെന്റ് ചെയ്തു. 30ാം വയസ്സിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഡ്വക്കസി പ്രൊഫഷൻ 3-4 വർഷം കൊണ്ട് എക്സൽ പൊസിഷനിലേക്ക് എത്തുകയും അദ്ദേഹം വളരെ സന്തോഷവാനായ ജോലി ചെയ്യുകയും നല്ലൊരു അഭിഭാഷകനായി ഇന്നും പ്രാക്ടീസ് ചെയ്യുകയും ഇന്ന് അദ്ദേഹം സീനിയർ പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വൈകി അങ്ങോട്ട് എത്തിയത്? അദ്ദേഹത്തിന് തന്നെ ഒരു പിടിപാടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിരുചികൾ എന്താണ്, അല്ലെങ്കിൽ പാഷൻ എന്താണ്, തൻ്റെ കഴിവുകൾ എവിടെയാണ് എക്സൽ ചെയ്യപ്പെടാൻ പോകുന്നത് എന്നൊരു അറിവുണ്ടായിരുന്നില്ല. ഇന്നും നമ്മളുടെ കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, എന്തിന് ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്വന്തം സെക്ടറിനെ കുറിച്ച്, സ്വന്തം കരിയറിനെ കുറിച്ച്, എവിടെയാണ് ഏത് കസേരയിലാണ് താൻ ജോലി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ വളരെ കുറവാണ്. നമ്മളുടെ മക്കൾ, ഇന്നുള്ള ഈ ജനറേഷനെങ്കിലും അവരുടെ അഭിരുചിയും അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവർ ഏത് മേഖലയിൽ പോകണം എന്നുള്ളതൊക്കെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കോഴ്സിന് ചേരുകയും ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും കയറുകയും വേണം. എന്നാൽ മാത്രമാണ് നല്ലൊരു പൊസിഷനിലേക്ക് അവരെത്തുകയും അവരുടെ പ്രൊഫഷനിൽ അവർ എക്സൽ ആവുകയും ഷൈൻ ചെയ്യുകയും ചെയ്യുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ സാധാരണ കുട്ടികളുടെ ഇടയിൽ, +2 കുട്ടികളുടെ ഇടയിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഹവാർഡ് ഗാർഡനറുടെ ഒക്കെ മോഡൽ ബേസ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ. ഈ ടെസ്റ്റിലൂടെ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ഏതാണ് തൻ്റെ പ്രൊഫഷൻ, ഏതാണ് തൻ്റെ സെക്ടർ എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ജോലി തിരഞ്ഞെടുക്കാനും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും ആ കോഴ്സിലൂടെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളുടെ ജീവിതത്തെ, സന്തോഷമുള്ള ജീവിതത്തെ മെനഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കണം.